തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ വിവാദം വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കാരണമായി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇ.പിയെ തന്നെ പാലക്കാട് പ്രചരണത്തിനായി എത്തിക്കുന്നത്. അതേസമയം ഇ.പി. ജയരാജനോട് പാർട്ടി വിശദീകരണം തേടിയേക്കുമെന്നറിയുന്നു. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജനും പങ്കെടുക്കുമോ എന്ന് ഉറപ്പില്ല. സിനോജ് തോമസും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നു. സിനോജ്, കണ്ണൂരിൽ ഗുഡ് മോർണിംഗ് സിനോജ്. കണ്ണൂരിൽ ഇ.പി. ജയരാജന്റെ പ്രതികരണം നമ്മൾ തേടുമ്പോൾ ഇ.പി. ജയരാജൻ ഒന്നും പ്രതികരിച്ചില്ല. പക്ഷേ വണ്ടിയിൽ കയറുന്നതിന് മുൻപ്, വന്ദേ ഭാരതിൽ കയറുന്നതിന് മുൻപ് നല്ല ഭൂരിപക്ഷത്തിൽ പി സരീൻ വിജയിക്കും എന്ന് പറഞ്ഞത് ഇന്ന് അദ്ദേഹം എന്താണോ പറയാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ്. മാത്രവുമല്ല, പാലക്കാട് മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്, അപ്പോൾ കൂടുതൽ വിശദമായി പ്രതികരിക്കാം എന്നാണ് ഇ.പി. പറഞ്ഞിരിക്കുന്നത്. ഇ.പിയുടെ ഒരു ശരീരഭാഷ എങ്ങനെയായിരുന്നു സിനോജ്? വളരെ പോസിറ്റീവ് ആയിരുന്നോ? ഈ കാര്യങ്ങളൊന്നും അലട്ടി മട്ടുണ്ടോ, അതല്ല അല്പം വലിഞ്ഞു മുറുകിയ അവസ്ഥയിലാണോ സിനോജ്? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. അതായത് ഇ.പി. ഇന്ന് ഈ വിഷയത്തിൽ കണ്ണൂർ വെച്ചോ അല്ലെങ്കിൽ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങുമ്പോഴോ പ്രതികരിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കണ്ണൂർ വെച്ച് പ്രതികരണം തേടിയപ്പോഴും ഇപ്പോൾ അവിടെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്നും പറയാനില്ല, എല്ലാം മാധ്യമങ്ങളോട് ഞാനൊരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്, അതിൽ പറയാമെന്ന് പറയുന്നു. ബാക്കിയുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ വൈകുന്നേരം 5 മണിക്ക് സരിന് വേണ്ടിയുള്ള പ്രചാരണ വേദിയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കുന്നത് പലതവണ വാർത്തകൾ വന്നതാണ്. ഇ.പി. ജയരാജൻ്റെ കാര്യത്തിൽ ഒരാഴ്ച മുൻപാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ഇ.പി. ജയരാജനുമായി സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ പാർട്ടി സമ്മേളന കാലമാണ്, ഈ സമ്മേളന വേദിയിലൊക്കെ തന്നെ ഇന്നലെ കാസർഗോഡ് സമ്മേളന വേദിയിൽ അദ്ദേഹം വന്നിരുന്നു. അങ്ങനെ സജീവമായി പാർട്ടിയുടെ പ്രവർത്തനത്തേക്ക് വരുന്ന സമയത്താണ് ഈ രീതിയിലുള്ള വിവാദം വീണ്ടും, അതും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇ.പിയും സ്വാഭാവികമായിട്ട് വലിയ പ്രതിരോധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ ഇ.പി. DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയക്കുന്നു, DGPക്ക് പരാതി നൽകുന്നു. ഉടൻ തന്നെ ഒരു ആക്ഷൻ ഇ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇ.പി. തള്ളി പറയുന്നു. അത് പാർട്ടിയുടെ ഭാഗത്തും ഇ.പിക്ക് തൻ്റെ ഭാഗം നിരപരാധിത്വം തെളിയിക്കേണ്ടതുണ്ട്. അതായത് താനല്ല ഇത് പുറത്തുവിട്ട്, താൻ എഴുതിയ ആത്മകഥയല്ല, തൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല, താൻ എഴുതിയല്ല എന്ന് പാർട്ടിക്ക് മുൻപിലും വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിയമപരമായിട്ടുള്ള വഴി ഇന്നലെ തന്നെ ഇ.പി. സ്വീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇ.പി. എടുത്തു പറയുന്നതും. ഇത് താൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകമല്ല, താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടല്ല പുസ്തകം പുറത്തിറക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് DC ബുക്സിന് ഇന്നലെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. DGPക്ക് ഇതിന് ക്രിമിനൽ ഗൂഢാലോചന അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്കും ഇ.പി. പരാതി രേഖാമൂലം നൽകിയിരിക്കുകയാണ്. അതൊക്കെ തന്നെ വെച്ചുകൊണ്ടായിരിക്കും പാർട്ടിയും പ്രതിരോധിക്കുക. കാരണം ഇ.പി. പറഞ്ഞല്ലോ എന്നാണ് ഇന്നലെ TP രാമകൃഷ്ണൻ, MP ഗോവിന്ദ മാഷൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇ.പി. ജയരാജന് വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് CPM പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇ.പി. ജയരാജൻ പാർട്ടിയിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പാർട്ടി വേദികളിൽ നിന്ന് മാറി നിൽക്കും, സെക്രട്ടേറിയറ്റിൽ തന്നെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതൊക്കെ വലിയ വാർത്തയായതാണ്. അതുകൊണ്ട് തന്നെ അത് വസ്തുതയായിരിക്കുമെന്ന് ഒരു വിഭാഗം സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും. കാരണം ഇ.പി. അകലച്ചയായതുകൊണ്ട് തന്നെ ഇ.പി. അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു കളയുമെന്ന് ഒരു വിഭാഗം സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക ഇ.പിയുടെ കൂടി ചുമതലയായിട്ട് മാറുകയാണ്. കാരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി പാർട്ടി പരിപാടികൾ സജീവമാകണമെന്ന ഒരു നിർദ്ദേശം ഇ.പിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിവാദം വരുന്നത്. അത് ഇ.പി. ജയരാജന് തന്നെ കൂടുതൽ ക്ഷീണമാകുന്നത് കൊണ്ടാണ് ഇന്ന് തന്നെ പാലക്കാട് എത്തി സരിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ ഇ.പി. തീരുമാനിക്കുന്നത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയും അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഇ.പി. ഇന്ന് രാവിലെ തന്നെ ഇവിടെ നിന്ന് ട്രെയിൻ കയറി പാലക്കാടേക്ക് പോവുകയായിരുന്നു. കൂടുതൽ വിമർശനങ്ങൾ പാലക്കാടുണ്ടാകും. പ്രത്യേകിച്ച് മാധ്യമങ്ങളെ വിമർശിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗവും വാർത്താ സമ്മേളനമായിരിക്കും ഇ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇന്നലെ കണ്ണൂരിൽ മാധ്യമങ്ങൾ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ്, മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ഇ.പി. ജയരാജൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായിട്ട് തനിക്കെതിരെ വാർത്തകൾ പടച്ചു വിടുകയാണ്, അതിൽ കൂടി ഒരു ഗൂഢാലോചനയുണ്ട്, തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്, അങ്ങനെയൊന്നും LDFന് തകർക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. സരിന്റെ കാര്യത്തിൽ, ഈ സരിന് വേണ്ടി പ്രചാരണത്തിന് വേണ്ടി പോയത് പാലക്കാടേക്ക് പോകുന്നത് പെട്ടെന്നുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചപ്പോൾ അത് പ്രസക്തമല്ലാത്ത ചോദ്യമാണ്. കാരണം അതിനൊരു ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറല്ല. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും പാലക്കാട് പരിപാടി ക്രമീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊന്നും തന്നെ പ്രതികരിക്കാൻ ഇ.പി. തയ്യാറാകുന്നില്ല. പക്ഷേ സരിന് വേണ്ടി അവിടെ പ്രചാരണത്തിന് ഇറങ്ങാൻ വേണ്ടി ഇ.പി. തീരുമാനിക്കുന്നു. ഇന്നലെ വന്ന വാചകങ്ങളിൽ നിന്ന് സരിൻ അവസരവാദിയാണെന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് ഇ.പിയുടെ നിന്ന് പറയപ്പെടുന്ന ആത്മകഥയിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ തന്നെ പ്രതിരോധിക്കുക ഇ.പിയുടെ തന്നെ ചുമതലയായിട്ട് വരികയാണ്. ഇ.പി. എങ്ങനെ പ്രതിരോധിക്കുന്നു അതുകൂടി കണക്കിലെടുത്താണ് പാർട്ടി ഇ.പിയുടെ വാക്കുകളെ വിശ്വസിച്ച്, ഇ.പിയുടെ നിയമ നടപടി വിശ്വസിച്ച്, പാർട്ടി നേതൃത്വം ഇ.പിയെ വിശ്വസിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുക. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.